ഹലോ മകളെ, നിങ്ങളെല്ലാവരും ക്ലാസ് 11 CBSEയുടെ ഒരു ഫൈനൽ എക്സാം എന്നല്ല പറയാൻ പറ്റത്തില്ല, ഒരു ഇൻറ്റേർണൽ എക്സാം, ഒരു സ്കൂളുകാർ നടത്തുന്ന ഒരു എക്സാമിൻ്റെ ഒരു ആവേശത്തിലിരിക്കുകയാണ് അല്ലേ. കാരണം നിങ്ങൾ ഈ ഒരു കൊല്ലം നിങ്ങൾ പബ്ലിക് എക്സാം നേരിടാൻ പോകുന്നില്ല. നിങ്ങൾ പബ്ലിക് എക്സാം നേരിടാൻ പോകുന്നത് ക്ലാസ് 12 CBSEയിലാണ്. അപ്പോൾ ക്ലാസ് 12 CBSEയിൽ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് 12 CBSEയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കേണ്ടാത്തൊരു കാര്യമാണ് ക്ലാസ് 11 CBSE. അപ്പോൾ 11 CBSE പഠിച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ CS മാത്രമല്ല, കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, മറ്റുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അടക്കമുള്ള എല്ലാ സബ്ജക്റ്റുകളും എന്താണ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വരുന്ന ഒരു എക്സാമിനേഷൻസുകളാണ് JEE എക്സാംസ്, നീറ്റ് എക്സാംസ്. അപ്പോൾ അവിടെയെല്ലാം ഒരിക്കലും +2 CBSE ടോപ്പിക്സുകൾ മാത്രമല്ല, 11 CBSE ടോപ്പിക്സുകളും നല്ല വൃത്തിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ക്ലാസ് 11 CBSEയുടെ നോട്ട്സുകൾ, പിന്നെ ക്ലാസ് 12 CBSE വെച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ, മോഡൽ ക്വസ്റ്റ്യൻസുകളെല്ലാം എന്ത് ചെയ്യണം, നിങ്ങളത് റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസിൽ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ സയൻസിനാണെങ്കിൽ ക്ലാസ് 11 CBSEയിലാണെങ്കിൽ പൈത്തൺ പ്രോഗ്രാം വൃത്തിയായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ പൈത്തൺ പ്രോഗ്രാം വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നൊരു ചാപ്റ്ററാണ് റിവ്യൂ ഓഫ് പൈത്തൺ ബേസിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വീണ്ടും എന്താണ്, ഒരിക്കലും ക്ലാസ് 12 CBSEയിലാണെങ്കിൽ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ 11 CBSEയിൽ പഠിച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് 11 CBSE കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അതിനകത്ത് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ടോക്കൺസ് മുതൽ ഇൻട്രൊഡക്ഷൻ്റെ മൊഡ്യൂൾസ് വരെയുള്ള ചാപ്റ്റേഴ്സുകൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതുപോലെയാണ് മറ്റുള്ള സബ്ജക്റ്റുകളും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സബ്ജക്റ്റുകളും അതുപോലെ തന്നെയാണ് ക്ലാസ് 11 CBSEയിലുള്ള പല ടോപ്പിക്സുകളുടെയും കണ്ടിന്യൂഷൻ തന്നെയാണെന്ത് ക്ലാസ് 12 CBSEയിലോട്ട് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെയാണെങ്കിൽ ഈ ക്ലാസ് 11 CBSEയിലൊക്കെ ആണെങ്കിൽ പബ്ലിക് എക്സാം നേരിടാത്തതുകൊണ്ട് തന്നെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നോ, എത്രത്തോളം ടഫ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് പോകുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ക്ലാസ് 12 CBSEയിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ചാപ്റ്റർ വൈസ് തന്നെയാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ മാത്രമേ കഴിഞ്ഞ കൊല്ലം വരെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എത്രത്തോളം ടഫ് ലെവലിൽ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് സെറ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾ ക്ലാസ് 11 CBSE കഴിഞ്ഞ ഉടനെ തന്നെയാണെങ്കിൽ ക്ലാസ് 12 CBSEയുടെ ബാച്ചുകൾ ഉടനെ തന്നെ നമ്മുടെ സൈലത്തിൽ ആരംഭിക്കുന്നതായിരിക്കും. അപ്പം ഒരിക്കലും ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഡിലേ വരുത്തരുത്. കാരണം ഒരു വെക്കേഷൻ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടാണെങ്കിൽ ഓരോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.